ഇന്ത്യ തന്റെ സിവിൽ ന്യൂക്ലിയർ യാത്രയിൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. കൽപ്പാക്കത്തിൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചു. ഇത് ഇന്ത്യയുടെ ദീർഘകാല ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു പ്രധാന മൈൽസ്റ്റോൺ ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ഫിസിക്സ് അറിയേണ്ടതില്ല. ഇത് എനർജി ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചാണ്. ആഗോള പ്രതിസന്ധികളുടെ അടിമയാകാതെ ഒരു രാജ്യത്തെ സ്വയം ശക്തമാക്കാനുള്ള കഴിവിനെക്കുറിച്ച്. ഇത് തന്നെയാണ് യൂറോപ്പ് കഴിഞ്ഞ പല വർഷങ്ങളായി നേരിടുന്ന വെല്ലുവിളി. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവിടങ്ങളിലെ സംഘർഷത്തിൽ ഈ വിഷയം വീണ്ടും ശക്തമായി മുന്നിലെത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ എനർജി സപ്ലൈയിലെ ഏകദേശം 1/5 പങ്ക് കടന്നുപോകുന്ന ഹോർമസ് കടലിടുക്കിൽ സംഘർഷം ഉയർന്നപ്പോൾ എണ്ണവില ഉടൻ തന്നെ കുതിച്ചു. ഇത് ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മറ്റൊരു രാജ്യത്തിന്റെ സ്ഥിരതയെ ആശ്രയിക്കുന്നുവെങ്കിൽ അവരുടെ പ്രതിസന്ധികളുടെ ആഘാതവും നിങ്ങളിലേക്ക് എത്തും. എനർജി അശ്രിതത്വം ഒരു രാജ്യത്തിന്റെ തന്ത്രപ്രധാന ദുർബലതയായി മാറുന്നു. അതിനാലാണ് ഇന്ത്യയുടെ ഈ ഘട്ടം അതീവ പ്രാധാന്യമുള്ളത്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇന്ധനം സൃഷ്ടിക്കുന്നില്ല, പകരം ഒരു വസ്തുവിനെ മറ്റൊന്നായി മാറ്റുന്നു. ഇത് പരിമിതമായ വിഭവങ്ങളെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും ദീർഘകാല സ്ഥിരതയെ കൈവരിക്കാനും സഹായിക്കുന്നു. ഇത് ഇന്ത്യയുടെ 3ാം ഘട്ട ന്യൂക്ലിയർ പദ്ധതിയുടെ ഭാഗമാണ്. അവസാന ഘട്ടത്തിൽ ഇന്ത്യക്ക് ധാരാളമായി ലഭ്യമായ തോറിയം ഉപയോഗിക്കാനാണ് ലക്ഷ്യം. ചോക്ക് പോയിന്റുകൾ തടസ്സപ്പെടുകയും പൈപ്പ് ലൈനുകൾ ആയുധമാക്കപ്പെടുകയും സപ്ലൈ ചെയിനുകൾ ഒരൊറ്റ രാത്രിയിൽ തന്നെ തകരുകയും ചെയ്യുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനാൽ രാജ്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി തിരിച്ചറിയുന്നത് എനർജി സുരക്ഷ തന്നെയാണ് ദേശീയ സുരക്ഷ എന്നതാണ്. ന്യൂക്ലിയറിലോ പുനരുപയോഗ ഊർജ്ജത്തിലോ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന വൈദ്യുതി സംവിധാനങ്ങളിലോ നേരത്തെ നിക്ഷേപിക്കുന്ന രാജ്യങ്ങളാണ് ഭാവിയിൽ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും മറ്റൊരാളുടെ സംഘർഷവും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടും.